നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ക്രെഡിറ്റ് കാർഡ് PM സ്വനിധി ക്രെഡിറ്റ് കാർഡാണ്. പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കേരളത്തിൽ വന്നപ്പോൾ ആൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ക്രെഡിറ്റ് കാർഡാണ് PM സ്വനിധി ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ ഫീച്ചേഴ്സ്, എലിജിബിലിറ്റി, എന്താണ് ഈ കാർഡിന് സ്പെഷ്യാലിറ്റി വരുത്തുന്നത്, ഈ ഒരു കാർഡ് ആർക്കൊക്കെയാണ് കിട്ടുക എന്ന് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് പറയുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് റുപ്പേ പ്ലാറ്റ്ഫോമിലാണ് വരുന്നത്. അപ്പോൾ UPI പേയ്മെൻറ്റ്സ് ചെയ്യാവുന്ന ഒരു കാറ്റഗറിയിലാണ് ഈ ക്രെഡിറ്റ് കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഗൂഗിൾ പേയിൽ നമുക്ക് ഈ ക്രെഡിറ്റ് കാർഡ് ആഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നോർമൽ ഗൂഗിൾ പേ യൂസ് ചെയ്യുന്ന പോലെ തന്നെ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഇവിടെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഈ ബിസിനസ് ഓണേഴ്സ് അല്ലെങ്കിൽ ഈ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് UPI ഡിസേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് വഴിയോര കച്ചവടക്കാർക്കാണ്. വഴിയോര കച്ചവടക്കാർക്ക് അവരുടെ ബിസിനസ്സൊക്കെ വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ക്രെഡിറ്റ് കാർഡാണ് PM സ്വനിധി ക്രെഡിറ്റ് കാർഡ്. ഈ ഒരു ക്രെഡിറ്റ് കാർഡ് സ്വനിധി എന്ന സ്കീം വഴി ഓൾറെഡി വഴിയോര കച്ചവടക്കാർ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു 2 ലോണൊക്കെ അടച്ച് കഴിഞ്ഞിട്ട് 2-3 ലോണൊക്കെ അടച്ച് കഴിഞ്ഞിട്ടുണ്ട്, നല്ല റീപേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ അവർക്ക് PM സ്വനിധി ക്രെഡിറ്റ് കാർഡ് പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ പ്രിലിമിനറി ലിമിറ്റായിട്ട് നമുക്ക് കിട്ടുന്നത് 10,000 രൂപയാണ്. അപ്പോൾ ആദ്യം നമുക്ക് 10,000 രൂപയാണ് ലിമിറ്റ് കിട്ടുക. ഈ 10,000 രൂപ നമുക്ക് നമ്മുടെ റീപേയ്മെൻ്റ് ഒക്കെ പ്രോപ്പർ ആണെങ്കിൽ 10,000 എന്നുള്ളത് 20,000, 30,000 വരെയൊക്കെ ക്രെഡിറ്റ് ലിമിറ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബാങ്ക് ഓഫ് ബറോഡയും അതുപോലെ തന്നെ SBI ബാങ്കുമാണ് ഈ ഒരു ക്രെഡിറ്റ് കാർഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു ക്രെഡിറ്റ് കാർഡിൻ്റെ തിരിച്ചടവ് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നോർമൽ ക്രെഡിറ്റ് കാർഡ് പോലെ തന്നെ നമുക്കൊരു 20-25 ദിവസമൊക്കെ നമുക്ക് ഫ്രീ ക്രെഡിറ്റ് ലിമിറ്റ് പീരീഡ് കിട്ടുന്നുണ്ട്. നമുക്ക് സാധാരണ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ജനറേറ്റ് ചെയ്ത് ഡ്യൂ ഡേറ്റിന് മുമ്പ് തന്നെ പേയ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. നമുക്കിനി ഈ കാർഡിൻ്റെ റിവാർഡ് റേറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. റിവാർഡ് റേറ്റ് ഈ കാർഡിന് വരുന്നത് മാക്സിമം ഒരു മാസം നമുക്ക് 100 രൂപ വരെയാണ് നമുക്ക് റിവാർഡ് റേറ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇയർലി നോക്കിക്കഴിഞ്ഞാൽ 1200 റിവാർഡ് പോയിൻറ്റ്സ് ആണ് മാക്സിമം കിട്ടുക. അപ്പോൾ ഈ ഒരു റിവാർഡ് പോയിൻറ്റ്സ് ഏകദേശം 1200 രൂപ തന്നെയാണ് നമുക്ക് വാല്യൂ ബാക്ക് ആയിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ PM സ്വനിധി ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്രെഡിറ്റ് കാർഡ് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞ പോലെ വഴിയോര കച്ചവടക്കാർക്കാണ്. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഈ ഒരു ക്രെഡിറ്റ് കാർഡിനെ കുറിച്ചിട്ട് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്വൈപ്പ് സ്മാർട്ട് ആൻഡ് ലീവ് ബെറ്റർ.